ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അഴിമതിക്കാരെയും കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കുറ്റവാളികളായ കെ.എം. എബ്രഹാമിനെയും ആർ. അജിത് കുമാറിനെയും മകൾ വീണ വിജയനെയും സംരക്ഷിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക, അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചെറുതോണിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു. കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ.സി. ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ ഗവൺമെന്റിനെതിരായി കേരളം നേരിടുന്ന അതിരൂക്ഷമായ ഭരണസമ്പർക്കത്തിനെതിരായി, സാമ്പത്തിക തകർച്ചക്കെതിരായി ശക്തമായ നീക്കവുമായി കേരളത്തിലെ കോൺഗ്രസ് മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നാടിന്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ അഴിമതിയുടെയും കേന്ദ്ര ബിന്ദുവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. യുഡിഎഫിന്റെ ആക്ഷേപമല്ല. അന്വേഷണ ഏജൻസികൾ ബി.ജെ.പിയുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് പിണറായിയെ വേട്ടയാടാൻ മടിക്കുന്നെങ്കിലും പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രതിക്കൂട്ടിലാണെന്ന കാര്യം അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. ഡി.സി.സി പ്രസിഡന്റ് സി.പി. മാത്യു അധ്യക്ഷനായിരുന്നു. എ.ഐ.സി.സി അംഗം അഡ്വക്കേറ്റ് ഇ.എം. അഗസ്തി, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. അശോകൻ, യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, മറ്റ് നേതാക്കളായ എം.എൻ. ഗോപി, സേനാപതി വേണു, എ.പി. ഉസ്മാൻ, എ.കെ. മണി, ഡി. കുമാർ, സിറിയക് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.